മൈലാപ്പൂര് ഒരു 8.5 സെന്റോളം സ്ഥലം ഈ കെട്ടിടം അടക്കം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോട് നന്ദി പറയാം. ഏകദേശം 9 കോടി രൂപയോളാണ് ഇത് നമുക്ക് ചെലവ് വന്നു ഈ സ്ഥലത്തിന് കെട്ടിടത്തിനും കൂടി. ഒരു 4 ഫ്ലാറ്റ് അടങ്ങുന്ന ഒരു കെട്ടിട സമുച്ചയമാണ് ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രം നിലകൊള്ളുന്നത്. അതിൽ 4 ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റ് ഇപ്പോൾ ഈ മൈലാപ്പൂർ സീറോ മലബാർ ഇടവക സമൂഹം ഉപയോഗിക്കുന്നു. ഇതൊരു ചെറിയ ചാപ്പലായിട്ട് മാറ്റി. പിന്നെ വികാരിച്ചൻ അവിടെ താമസിക്കുന്നു. ജോഷിൻ കൊക്കനച്ചനാണ് ഇവിടുത്തെ വികാരിച്ചൻ, സീറോ മലബാർ സഭയുടെ ഈ മൈലാപ്പൂർ ഇടവക വികാരി. മറ്റു 4 ഫ്ലാറ്റുകളുടെയും മുകളിലായിട്ട് ഓപ്പൺ ടെറസിൽ നമ്മൾ ചെറിയൊരു സംവിധാനം, ഒരു പള്ളി പോലെ ഉണ്ടാക്കി തീർത്ഥാടകർ വരുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ കല്യാൺ രൂപതയിൽ നിന്നാണ് ഒരു ഇടവകയിൽ നിന്ന് തീർത്ഥാടകർ വന്നിരിക്കുന്നു. തോമസ് ലീയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് കുർബാന അർപ്പിക്കുന്നു. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഇതിന് മുകളിൽ നമ്മൾ ഒരു ചെറിയ ട്രസ്റ്റ് വർക്കൊക്കെ ചെയ്ത് ഒരു പള്ളി പോലെ സംവിധാനം ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 10-300 പേർക്ക് നിൽക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ലോ. അപ്പോൾ ഇതിനായിട്ട് ഇപ്പോൾ ഈ 9 കോടി രൂപയിൽ 4.5 കോടി രൂപയോളം നമ്മുടെ നാട്ടിലെ ഇടവകയിലെ ആളുകളൊക്കെ സഹകരിച്ച് തന്നതാണ്. ബാക്കി ഒരു 4.5 കോടി രൂപയോളം നമ്മൾ ബാങ്ക് ലോണൊക്കെ എടുത്തിരിക്കുന്നു. 2.5 കോടി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും കിട്ടി. ഇനി ഞാൻ എല്ലാ പള്ളികളിലേക്കും ലെറ്ററൊക്കെ വിട്ടിട്ടുണ്ട്. കാരണം എല്ലാ മാസവും 4 ലക്ഷം വീതം EMI കെട്ടണം 7 കൊല്ലത്തേക്ക്. നമ്മുടെ ഒരു ഹ്യോസ് രൂപത ഒരു മിഷൻ രൂപത ആയതുകൊണ്ട് അത്ര എളുപ്പമല്ലല്ലോ. എല്ലാ അച്ഛന്മാരും ആളുകളൊക്കെ സഹകരിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും സന്തോഷമായിട്ട് കാണുക ഈ കാര്യം പറഞ്ഞുകൊണ്ട് നാട്ടിൽ ചെന്നപ്പോൾ ഒരു ഇടവകയിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ അവിടെ പള്ളിയകത്തിരുന്ന ഒരു ഹിന്ദു സ്ത്രീ ഞാൻ 1 സ്ക്വയർ ഫീറ്റ് സ്പോൺസർ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് 25,000 രൂപ അവിടെ വികാരിച്ചിനെ ഏൽപ്പിച്ചു.